Dear students, നമ്മൾ ഇന്ന് ഡയമെൻഷണൽ അനാലിസിസിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് വാട്ട് ആർ ഡയമെൻഷൻസ്? എന്താണ് ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ ഡയമെൻഷൻസ് ആർ ദ പവേഴ്സ് ടു വിച്ച് the base quantities are raised. നമ്മളിപ്പോൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നതിൽ നിന്നാണ് നമ്മൾ എന്താണ് ഡയമെൻഷൻ എന്ന് കണ്ടെത്താൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ് എഴുതാറ്? എൽ സ്ക്വയർ. ഇവിടെ നമുക്ക് 3 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ജനറലി ഡയമെൻഷണൽ ഫോർമുല എഴുതുക. അതിൽ എന്താണോ വരുന്നത് അത് മാത്രമാണെങ്കിൽ ഇങ്ങനെ എഴുതാം. പക്ഷെ അല്ലെങ്കിൽ മാസിന്റെയും ടൈമിന്റെയും കൂടി എഴുതാണെങ്കിൽ ഇതിനെ എങ്ങനെയും എഴുതാം? എം എൽ ടി, ഈ 3 എണ്ണത്തിന്റെയും ഉപയോഗിച്ച് 3 ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് എഴുതാം. പക്ഷെ ഇവിടെ ആകെ കൂടി എല്ലിന് മാത്രമാണ് ഇവിടെ പവർ ഉള്ളത്. അതായത് എല്ലിന്റെ ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ. അതൊരു പവർ 2 ഉള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പൊ എൽ സ്ക്വയർ ഉണ്ട്, പക്ഷെ എമ്മും ടിയും ഇവിടെ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. ഇല്ലാത്ത ക്വാണ്ടിറ്റീനെ നമ്മളൊരു ഡയമെൻഷണൽ ഫോർമുലയിൽ ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഇല്ലാത്ത ഏതൊരു ക്വാണ്ടിറ്റിയുടെയും വില ഇവിടെ എന്താണ്? ഇവിടെ 1 കൊണ്ട് ഗുണിച്ചതിന് മാറ്റം വരില്ല, പക്ഷെ എം കൊണ്ടും ടി കൊണ്ടും ഗുണിച്ചാൽ മാറ്റം വരും. അപ്പൊ എമ്മും ടിക്കും 1 വരാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് m⁻0 t⁻0. ഇങ്ങനെ എഴുതിയത് കൊണ്ട് അത് എൽ സ്ക്വയറിന് തുല്യമാവുന്നു. കാരണം എന്താണ്? എനി ക്വാണ്ടിറ്റി റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. അപ്പൊ m⁻0 എന്ന് പറഞ്ഞാലും 1 ആണ്, t⁻0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പൊ നിങ്ങളോട് ഇവിടെ എന്താണ് ഡയമെൻഷൻ എന്നാണ് ചോദ്യമെങ്കിൽ എന്താണ് പറയേണ്ടത്? പവർ ആണ് പറയേണ്ടത്. ഇപ്പോ ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ ഏരിയ എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ ഏരിയ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയില് മാസിന്റെ ഡയമെൻഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? മാസിന് ഇവിടെ ഡയമെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് 0. Then what is the dimension of length in area എന്നാണ് ചോദ്യമെങ്കിലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെങ്ത്തിന് ഇവിടെ 2 ഡയമെൻഷൻ ഉണ്ട്. 2 ആണ് ഇതിന്റെ പവർ. So this is the power to which the base quantity is raised. ടൈമിന്റെ ഡയമെൻഷൻ ആണെങ്കിലോ? ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയില് ടൈമിനും ഡയമെൻഷൻ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു എക്സാമ്പിള്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം LT⁻⁻1. ഇതിനെ നമുക്ക് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എഴുതുകയാണെങ്കിലോ ഇവിടെ ഇല്ലാത്ത എമ്മിനെയും കൂടി എഴുതണം. ഇല്ലാത്ത എമ്മിനെ എഴുതുമ്പോൾ എന്തെഴുതും? ⁻0. ബാക്കിയൊക്കെ ഇവിടെ ഉള്ളതാണ് LT⁻⁻1. എല്ലും ഉണ്ട്, ടിയും ഉണ്ട്. പക്ഷെ എല്ലിന്റെ പവർ ഇവിടെ എന്താണ്? ഇവിടെ വെറും എൽ എന്നാണ് എഴുതുന്നെങ്കിൽ എന്താ അർത്ഥം? എല്ലിന്റെ പവർ ഇവിടെ 1 ആണ്. എൽ ഒരു പ്രാവശ്യം അവിടെ ഉണ്ട്. 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എം അവിടെ 0 ടൈംസ് എന്ന് പറഞ്ഞാൽ എം ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മാസ്? വെലോസിറ്റിയിലെ ഡയമെൻഷൻ ഓഫ് മാസ് എന്താണ്? 0. ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്താണ്? 1. ഡയമെൻഷൻ ഓഫ് ടൈമോ? ദാറ്റ് ഈസ് -1. അപ്പൊ ഇങ്ങനെയാണ് ഡയമെൻഷൻ എന്താന്ന് പറയാം. വാട്ട് ആർ ദ ഡയമെൻഷൻസ് എന്നാണ് ചോദ്യമെങ്കിൽ വാട്ട് ഈസ് എല്ലാം കൂടി ഒരുമിച്ച് ചോദിച്ചൊന്നും വരില്ല. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ വോളിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ മാസിന്റെ ഡയമെൻഷൻ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതി നോക്കിയപ്പോൾ നിങ്ങൾക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയമെൻഷൻസ് കിട്ടി. ചിലത് ഡയമെൻഷൻ ഉള്ളത്, ചിലത് ഡയമെൻഷൻ ഇല്ലാത്തത്. അപ്പൊ നമുക്കതൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ പറഞ്ഞു വെക്കാം. ഡയമെൻഷൻ ലെസ് വേരിയബിൾസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. dimensionless physical quantities. ഡയമെൻഷൻ ഇല്ലാത്ത എന്നാണ് ഇതിന്റെ അർത്ഥം. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് പകരം നിങ്ങൾക്ക് വേരിയബിൾസും ചോദിക്കാറുണ്ട്. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ ചെയ്തു വന്നപ്പോ എന്തൊക്കെയാണ് കിട്ടിയത്?
ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ അതൊന്ന് എഴുതി വെക്കാം. എന്തൊക്കെയാണ്? ആംഗിൾ, then strain, refractive index, relative density, etc. നമുക്കൊരു 4 എണ്ണെങ്കിലും എക്സാമ്പിൾ ആയിട്ട് കയ്യിൽ വേണം. ആംഗിൾ, സ്ട്രെയിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റി. ഇതില് സ്ട്രെയിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റിക്കൊക്കെ തന്നെ ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. പക്ഷെ ആംഗിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ആംഗിളിന് നോ ഡയമെൻഷൻ ആണ്, പക്ഷേ യൂണിറ്റ് ഉണ്ട്. എന്താണ് ആംഗിളിന്റെ യൂണിറ്റ്? ആംഗിളിന്റെ യൂണിറ്റ് SI യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിളിന്റെ SI യൂണിറ്റ് ആണ് റേഡിയൻ. യൂണിറ്റ് ഉണ്ട്, പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ് ആംഗിൾ. അതൊന്ന് പ്രത്യേകിച്ച് ഓർമ്മയിൽ എടുത്തു വെക്കാം. ദെൻ അടുത്ത, ഇനിയിപ്പോ ഡയമെൻഷൻ ലെസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഡയമെൻഷൻ ഉള്ളതിന് എന്ത് പറയും നോക്കാം. ഡയമെൻഷണൽ എന്നാണ് പറയുക. ഡയമെൻഷൻ ഉള്ളത് എന്ന് പറയുമ്പോൾ ഡയമെൻഷണൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡയമെൻഷണൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ഡയമെൻഷൻ ഉള്ള എല്ലാ ക്വാണ്ടിറ്റീസും എക്സാമ്പിൾസ് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലുണ്ട്. ഏരിയ, വോളിയം, വെലോസിറ്റി, ഫോഴ്സ്, പ്രഷർ, എക്സെട്ര. അല്ലെ, ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നിങ്ങൾ അതിന്റെയൊക്കെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ്, ചില കോൺസ്റ്റന്റ്സിന് ഡയമെൻഷൻ ഇല്ല, പക്ഷെ മറ്റു ചില കോൺസ്റ്റന്റ്സിന് ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 2 തരമായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്സ്. ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും 0 മുതൽ 1, 2, 3 വരെ 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഡയമെൻഷൻലെസ് ആണ്. നമ്പർ വരുമ്പോ അതിന് ഡയമെൻഷൻ ഇല്ല. അതുകൂടാതെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പൈ. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് നമ്പർ ഇല്ല. ഇ എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ആണ്. എക്സ്പോണൻഷ്യൽ വാല്യൂസ് നമ്മൾ ഇനി ഉപയോഗിച്ചു തുടങ്ങും. അപ്പോ ഹയർ മാത്സിലൊക്കെ വരുന്നതാണ് എക്സ്പോണൻഷ്യൽ. അതിനൊന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് അവയെ വിളിക്കുന്നതാണ് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്. പക്ഷെ ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റ്സ്. അതിനെന്തു പറയും? ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ്. ഏതൊക്കെയാണ് ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ്? നിങ്ങൾ പോകുന്ന വഴിയില്, നിങ്ങൾ കണ്ടുപിടിച്ച വഴിയില് ചില കോൺസ്റ്റന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഏതാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ G എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ H. അപ്പൊ G എന്നും H എന്നും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഈ കോൺസ്റ്റന്റുകളാണ്. എവിടെയാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ F is equal to G m1 m2 by r² എന്ന് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെ G കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് മാറ്റുക. അപ്പൊ FR² ഡിവൈഡഡ് ബൈ m1 m2. ഈ എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത Gക്ക് ഒരു ഡയമെൻഷൻ നമുക്ക് കിട്ടും. അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എവിടെ വരിക? വേവ് ലെങ്ത്തിന്റെ ഒരു ഫോർമുലയിൽ നിന്നാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുക. ലാംഡ ഇസ് ഈക്വൽ ടു h by mv. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു h by mv. അപ്പൊ h ആണ് കിട്ടണ്ടെങ്കിലോ h ഇസ് ഈക്വൽ ടു ഈ ലാംഡാനിൻ ലാംഡ ഇൻറ്റു mv. ഇനി അല്ലെങ്കിൽ വേറൊരു ഫോർമുല ഉണ്ട്. എനർജി ഓഫ് എ ഫോട്ടോൺ ഇസ് ഈക്വൽ ടു h ന്യൂ. ഇതിൽ ന്യൂ ഫ്രീക്വൻസി ആണ്, ഈ എനർജി ആണ്. അപ്പൊ ഇതിൽ നിന്നും വേണമെങ്കിൽ h കണ്ടുപിടിക്കാം. അപ്പൊ ഇത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് ലെങ്ത് ആണ്. എന്ത് തരം ലെങ്ത് ആണെങ്കിലും ലെങ്ത് തന്നെ. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, m എന്ന് പറയുന്നത് മാസ്, v വെലോസിറ്റി. വെലോസിറ്റിക്ക് L(-1). ചില ചെറിയ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ നമ്മൾ കാണാതെ തന്നെ ഓർത്തിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ക്ലബ്സ് ടേബിൾ ഉണ്ടെങ്കിൽ അതില്
ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ ഡയമെൻഷണൽ ഫോർമുല അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ഒരേ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഈച്ച് ടേം ഓൺ either side of the equation are same. എന്താണ് ഈ ഈച്ച് ടേം ഓൺ either side of the equation? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ, ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി, ഇതൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ എത്ര ടേം ഉണ്ട്? നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് വേറെ വേറെ ടേംസ്. ഗുണിക്കുക ഹരിക്കുക എന്നുള്ളതിന് വേറെ ടേംസ് എന്ന് പറയില്ല. നമുക്ക് ഒരു വസ്തുവിനോട് മറ്റൊരു വസ്തു കൂട്ടാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഒരേപോലെയുള്ള ക്വാണ്ടിറ്റീസ് ആവുമ്പോൾ. അപ്പോ അത്തരത്തിലുള്ളതിനെയാണ് വേറെ വേറെ ടേം എന്ന് പറയും. അപ്പൊ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? എക്സ് ഒരു ടേം ആണ്, അത് കഴിഞ്ഞ് പ്ലസ് ആണ് വന്നത്. അപ്പൊ വൈ വേറൊരു ടേം ആണ്, ഇനി അപ്പുറത്ത് വേറൊരു ടേം ഉണ്ട് സി. അപ്പൊ എത്രയാണ്? 3 ടേംസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഈച്ച് ടേം. ഈച്ച് ടേം എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് എഴുതാം? ആദ്യത്തെ ടേം എഴുതാം. ഡയമെൻഷണൽ ഫോർമുലയാണ് ഡി എഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി അത് വേറൊരു ടേം കൂടി ഉണ്ട്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് വൈ. ഏത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലത്തെയും. അപ്പോ അടുത്ത സൈഡിൽ നമുക്ക് എന്താ വന്നത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ്, ഞാൻ എക്സ് വൈ സി എഴുതുന്നതിന് പകരം സെഡ് എന്ന് എഴുതാം. അപ്പൊ നമുക്കൊരു ഓർഡറിലാവുമല്ലോ, ഓഫ് സെഡ്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സെഡ്. അപ്പൊ എന്താണ്? ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുള്ള എല്ലാ ടേംസും എടുത്തു കഴിഞ്ഞാൽ ഓരോ ടേമിന്റെയും ഡയമെൻഷണൽ ഫോർമുല തുല്യമായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇക്വേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഒരേപോലെയാണ്. ഇപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടെ ഒരു വെലോസിറ്റി, ഇവിടെയും വെലോസിറ്റി ആണെങ്കിൽ ഉത്തരം ഒരു വെലോസിറ്റി തന്നെ നമുക്ക് കിട്ടും. ഇവിടെ ഫോഴ്സ് ആണെങ്കിൽ ഇവിടെയും ഫോഴ്സ് തന്നെ കിട്ടും. രണ്ട് ഫോഴ്സുകൾ കൂട്ടിയാൽ. ഇനി മൈനസ് ആണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടും, അല്ലെ? ഈ ടേമുകള് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല. ഇത് ഒരുമിച്ച് ചിലപ്പോൾ വേറൊരു ക്വാണ്ടിറ്റിയോട് ഗുണിച്ചിട്ടോ ഹരിച്ചിട്ടോ ഒരു ടേം ആയിട്ട് മാറാം. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നീട്. ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ് ഇനി ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന പേര് നന്നായിട്ട് എഴുതി പഠിക്കണം. കാരണം നെയിം ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ചോദിക്കുക. അപ്പൊ ഈ പേരാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. ഇനി ഡെഫിനിഷൻ ചോദിച്ചാൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഈച്ച് ടേം ഓൺ either side of an equation are same. ഇത് പല വേർഷനില് ഈ പ്രിൻസിപ്പിൾ പറയാറുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ഒരു വേർഷൻ എടുത്തു, അത് വിത്ത് എക്സാമ്പിളും കൂടി, ഈ എക്സാമ്പിളും കൂടി പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ സാധിക്കും. ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്, ഒപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതില് ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ്, നമുക്ക് ഇപ്പൊ ഏതൊരു ഇക്വേഷൻ തന്നാലും അതിലെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണെന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒരു ഇക്വേഷനിലെ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ തന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതാ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: a പ്ലസ് ബി ടി സ്ക്വയർ പ്ലസ് സി ടി ക്യൂബ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. അപ്പൊ ഇതിൽ എന്താണ് പ്രശ്നം? ഇതിൽ എ എന്താ, ബി എന്താ, സി എന്താന്ന് അറിയില്ല. വി വെലോസിറ്റിയും ആണ്, അതുപോലെ ടി ടൈം ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ സിമ്പിൾ വൈസ് അറിയാൻ പറ്റുന്നത്. പക്ഷേ എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്നൊക്കെ അറിയാത്ത കാര്യങ്ങളാണ്, അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഈ അൺനോൺസ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ തരാണെങ്കിൽ, ക്വസ്റ്റ്യൻ വൈസ് തരാണെങ്കിൽ ഇങ്ങനെയാണ്: ഇഫ് വി ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ പ്ലസ് സി ടി ക്യൂബ്, ഫൈൻഡ് the dimensional formula of A, B and C. ഒരു കാര്യം കൂടി നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാം. Also write their SI units. അതിന്റെ SI യൂണിറ്റ്സും കൂടി നമുക്ക് എഴുതാൻ പറയാം. ഡയമെൻഷൻ ഫോർമുല കിട്ടിയ പിന്നെയാണോ SI യൂണിറ്റ് എഴുതാൻ ബുദ്ധിമുട്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഓരോന്നും എന്താണ് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മൾ ആൻസർ തുടങ്ങുന്നത് അങ്ങനെയായിരിക്കണം.
ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്തതെന്ന് അപ്പൊ ഉറപ്പിച്ചു? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ ഇക്വേഷനിൽ നമുക്ക് ഏതൊക്കെ ടേംസ് ആണ് കാണാൻ കഴിയുന്നത്? ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ളത് വി ആണ്. റൈറ്റ് സൈഡിൽ എത്ര ടേംസ് ഉണ്ട്? എ ഒരു ടേം ആണ്, അത് കഴിഞ്ഞ് പ്ലസ് വന്നോണ്ട് അടുത്തത് വേറെ ടേം ആണ്. പക്ഷെ ഇതില് രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ലെ? പക്ഷെ ഇവിടെ എന്താണ്? പ്ലസോ മൈനസോ ആണ് ടേംസിനെ വേർതിരിക്കുന്നത്. ഇവിടെ ഇത് കഴിഞ്ഞ് പ്ലസ്, അപ്പൊ ഇത് കഴിഞ്ഞ് വീണ്ടും പ്ലസ് വരുന്ന വരെ ഇത് ഒരുമിച്ച് എന്താണ്? ഒരു ടേം ആണ്. അടുത്തത് സി ടി ക്യൂ, അതും വേറെ ടേം ആണ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ലെഫ്റ്റ് സൈഡിലുള്ള ടേമിന്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ എങ്ങനെ എഴുതാം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി ഈക്വൽ ടു, അടുത്തത് എന്താണ് എഴുതുന്നത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ഈക്വൽ ടു, അടുത്തതോ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി എന്ന് മാത്രമല്ല എഴുതേണ്ടത്, ആ ടേം മൊത്തം. ഇതാണ് ഒരു ടേം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി ടി സ്ക്വയർ, സി ടി ക്യൂബ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലെ മൊത്തം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ച് എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാത്രം നോക്കാം. ഇപ്പൊ നമുക്ക് ഇതിൽ എ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടുത്തെ ഇതിൽ ഏത് രണ്ടാണ് അറിയുന്നതും ഒരു അറിയാത്തതും വെച്ചിട്ട് വേണം കമ്പൈൻ ചെയ്യാൻ. ഇവിടെ ഏതൊക്കെയാണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ നമുക്ക് അറിയില്ല, പക്ഷെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യണം? ഇത് രണ്ടും പെയർ ചെയ്ത് ആദ്യം എഴുതാം. എന്താണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ is equal to dimensional formula of V. എന്ന് വെച്ചാൽ വിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് എന്തിന്റെ ഡയമെൻഷണൽ ഫോർമുല? എയുടെ ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. എയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് LT⁻⁻1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ലെങ്ത്തിന്റെ സ്ഥാനത്ത് മീറ്റർ കൊടുക്കുക, ടൈമിന്റെ സ്ഥാനത്ത് സെക്കൻഡ് കൊടുക്കുക, എന്നിട്ട് ഈ പവറും കൊടുക്കുക. യൂണിറ്റും കിട്ടി അല്ലെ? ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി വരുന്ന ഭാഗം എടുക്കുക. എന്താണ് ബി വരുന്ന ഭാഗം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടേം. ഇവിടെ അറിയാവുന്നത് എയോ ഇതിലൊക്കെ അറിയാത്ത ക്വാണ്ടിറ്റി വരുന്നുണ്ട്, അറിയാവുന്നത് തന്നെ എടുക്കണം. അപ്പൊ വീണ്ടും ഇതിലേക്ക് തന്നെ പോണ്ടി വരും. അപ്പൊ എന്താണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താണ് കിട്ടുന്നത്? ബി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു LT⁻⁻1. ഇതില് ടിയുടെ നമുക്ക് അറിയാലോ ഓൾറെഡി. എന്താണ് ടിയുടെ ഇത്? അത് നമുക്ക് അവിടെ എഴുതി വെക്കാം. എന്താണ്? ടി എന്നുള്ളത് ക്യാപിറ്റൽ ടി ആക്കി ഡയമെൻഷൻ ഫോർമുലയുടെ രീതിയിൽ എഴുതാം. എന്നിട്ട് ബി മാത്രം കിട്ടണമെങ്കിൽ ഈ ടി സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകണം റൈറ്റ് സൈഡിലേക്ക്. അപ്പൊ അതിന് താഴത്തേക്ക് ഇറക്കി എഴുതി അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോവുക. അപ്പൊ ടി സ്ക്വയർ. ഇനി ഇത് മുകളിൽ പോകുമ്പോഴോ LT⁻⁻1. ഈ ടി സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോ T⁻⁻2. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരേപോലെ വരുന്ന ക്വാണ്ടിറ്റിയുടെ പവറുകൾ തമ്മിൽ കൂട്ടണം. അപ്പോ LT⁻⁻1ഉം -2ഉം എന്താണ് വരിക? -3. അപ്പോ യൂണിറ്റ്, ഇതിന്റെ SI യൂണിറ്റ് എന്താ വരിക? മീറ്റർ സെക്കൻഡ് -3. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടോളില്ലേ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ തന്നാലും ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുലയും SI യൂണിറ്റും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇൻ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, ഇത് കെമിസ്ട്രിയിലെ ഒരു ഇക്വേഷൻ ആണ്, ഗ്യാസ് ഇക്വേഷൻ. P plus A by V square into V minus B equal to RT. ഇതില് P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, R ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. നമുക്കിവിടെ ഇങ്ങനെ കുറെ ഇപ്പൊ ബ്രാക്കറ്റ് ഒക്കെ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ ഒരു ചിന്ത വരാം അല്ലെ? പക്ഷെ അതിലും എളുപ്പമാണ് എന്ത്? ഒരു കാര്യം ചിന്തിച്ചാൽ മതി. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലോ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിലോ ഇതിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും തുല്യമായിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുന്ന്
കാണാനുള്ളത് ഈ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ നമുക്ക് അറിയാം. കാണാനുള്ളത് ഏതൊക്കെയാണ്? എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എയും ബിയും വരുന്ന ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം എളുപ്പമുള്ള ഇത് എടുക്കാം അല്ലെ. ഈ വി മൈനസ് ബി എന്നതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഡയമെൻഷൻ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എഴുതാൻ മറക്കരുത്. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി dimensional formula of B is equal to dimensional formula of B. ഇത് എന്തുകൊണ്ടാണെന്ന് ഒന്നുകൂടി പറയാം. ഈ ഭാഗം മാത്രം നമ്മൾ എടുക്കുമ്പോ ഇതിലെ ഒരു ക്വാണ്ടിറ്റിയും മറ്റൊരു ക്വാണ്ടിറ്റിയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം ഈ രണ്ട് ക്വാണ്ടിറ്റീസും ഒരേ ഡയമെൻഷണൽ ഫോർമുലയുള്ള ക്വാണ്ടിറ്റീസ് ആണ്, എന്നാലല്ലേ കുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എഴുതിയത്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഫോർമുല ഓഫ് വി. എന്താണ് അപ്പോ ബിയുടെ ഡയമെൻഷണൽ ഫോർമുല? ദാറ്റ് ഈസ് വോളിയത്തിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ് LQ. ഇനി അടുത്തത് എടുത്തു. ഈ ഭാഗത്ത് രണ്ടും തമ്മിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ബൈ ബി സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ഒരു ടേം, ഇത് മറക്കരുത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ബൈ ബി എന്ന് പറഞ്ഞ വോളിയത്തിന്റെ സ്ക്വയർ എന്താ വരിക? L⁻⁶. ദെൻ പ്രഷർ എന്ന് പറയുമ്പോ എന്താ വരിക? ഫോഴ്സ് ബൈ ഏരിയ. അത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ളതാണ്. എന്താണ്? M L⁻⁻1 T⁻⁻2. അപ്പോ ഇവിടെ നിന്ന് ഈ ക്വാണ്ടിറ്റി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ L⁻⁻1 into L⁻⁶ T⁻⁻2. L⁻⁻1 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എന്ത് വരും? എമ്മിന്റെ പവർ L⁻⁵ T⁻⁻2. അപ്പൊ നിങ്ങൾക്ക് എയുടെയും ബിയുടെയും ഡയമെൻഷണൽ ഫോർമുലാസ് കണ്ടുപിടിച്ചു. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും തുടരും. താങ്ക് യു.